എന്തൊക്കെയോ സ്വപ്നങ്ങളുമായാണ് 150 ആളുകൾ, 200 ചില്ലാനം ആളുകൾ ഇന്നലെ ലണ്ടനിലേക്ക് ഫ്ലൈറ്റ് കയറുന്നത്. അവര് മരിച്ചു എന്ന് മാത്രമല്ല, ആ നാട്ടുകാരിൽ നിന്നുള്ള 50ഓളം ആളുകൾ, MBBS കഴിഞ്ഞിട്ട് PGക്ക് പഠിക്കുന്ന 20 ഡോക്ടർ കുട്ടികൾ. എന്തൊക്കെ സ്വപ്നം ഉണ്ടാവും, എത്രമേൽ കാശ് ചെലവഴിച്ചിട്ടുണ്ടാവും മാതാപിതാക്കൾ, എങ്ങനെ ജീവിക്കണം എന്നതിനെ കുറിച്ച് അവരെന്തൊക്കെ പ്രതീക്ഷകൾ നെയ്തു കൂട്ടിയിട്ടുണ്ടാവും. എന്തൊക്കെ ഏറ്റവും നല്ല സേഫായ വിമാനം, എല്ലാ പരിശോധനയും കഴിഞ്ഞിട്ടാണ് ഇത് പൊങ്ങണത്. പക്ഷേ പൊങ്ങി ഏതാനും നിമിഷങ്ങൾ കൊണ്ട് അതൊരു തീഗോളമായി മാറുന്നു. വിമാനത്തിലുള്ളവർ മാത്രമല്ല, ഗ്രാമീണരാകുന്ന 50 പേര് കൂടെ മരണപ്പെടുന്നു. അവരുടെ എല്ലാ പ്രതീക്ഷയും അതോടെ തീരുന്നു. ആരും വിചാരിച്ചു കാണൂല അതെന്റെ അവസാന യാത്രയാണെന്ന്. പരിശുദ്ധ ഖുർആൻ ഏറ്റവും അവസാനമായി ഇറങ്ങിയ സൂക്തം ഏതാണ്? സൂറത്തുൽ ബഖറയുടെ 281-ാമത്തെ വചനം. അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണേ. അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. അത് ഏത് നിമിഷവും ആവാം, അത് ഏത് നിമിഷവും സംഭവിക്കാം. നമ്മുടെ എല്ലാ പ്രതീക്ഷകളും മണ്ണിട്ട് മൂടിയിട്ട് നമ്മൾ ഒരു യാത്ര പോകും. എരഞ്ഞോളി മൂസാക്ക് അത് മനോഹരമായി വർണ്ണിച്ചിട്ടുണ്ട്. കെട്ടുകൾ 3 കെട്ടി കട്ടിലിൽ നിന്നെയുമേറ്റി ഒരു ദിനമുണ്ടൊരു യാത്ര, തീരെ മടക്കമില്ലാത്ത യാത്ര, തീരെ മടക്കമില്ലാത്ത യാത്ര. ഈ യാത്രയ്ക്ക് വേണ്ടിയുള്ള ഉപയാത്രകളിലാണ് നമ്മൾ.